രാം നാരായൺ രാം. ധർമ്മം ആർക്കും വ്യക്തിഗത അവകാശമല്ല, അല്ലെങ്കിൽ സ്വത്വവും അല്ല. ധർമ്മം എല്ലാവർക്കും ഒരുപരിയാണ്, സമാനമാണ്. ധർമ്മവും രാഷ്ട്രീയവും ഒരേ നാണിയുടെ രണ്ട് അർത്ഥങ്ങൾ പോലെ ആണ്. രണ്ടിൽ ഏതെങ്കിലും ഒരു ഭാഗം നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ഉപ്പ് ഇല്ലാതെ പാചകം ചെയ്തതുപോലെയാണ്. എല്ലാ മനുഷ്യർക്കും ധർമ്മം സംബന്ധിച്ചും വളരെ ജാഗ്രതയായി തന്നെ നീണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ്. ധർമ്മത്തിൻ്റെ അടിസ്ഥാന ശ്ലോകം നമ്മുടെ ബുദ്ധിയെ അനുസരിച്ച് ജീവിക്കണം, സ്വയം എളുപ്പവും ലളിതവുമായിരിക്കണം. പാനിയും വായും എങ്ങനെയും സുലഭവും ലളിതവുമായിരിക്കും. അതുപോലെ നമുക്ക് ജീവിതം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ആവശ്യത്തിന് പ്രകൃതിയിലുള്ള വായു, നീർ എന്നിവ ഉപയോഗിച്ച് ജീവിക്കാം, വേണമെങ്കിൽ ഉപേക്ഷിച്ചേക്കാം. എല്ലാ മനുഷ്യർക്കും സമാനമായ ധർമ്മം. ഈ ഭൂമിയിൽ ധർമ്മത്തെ വ്യാപാരത്തിന് വിധേയമാക്കുന്നവരെ തള്ളിക്കളവേണ്ടിയിരിക്കും. ചിലർ ധർമ്മത്തെ ഒരു ബിസിനസ്സായി കണ്ടുപിടിച്ചിരിക്കുന്നു. അവരെ തദനുസരിച്ചുള്ള ശിക്ഷ വേണമെന്ന് ആവശ്യമാണ്. ധർമ്മം ഒരു വസ്തുവായത് മാത്രമല്ല, അത് ഒരു നിർമ്മിതമായ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നു. നാം നമ്മുടെ മനസ്സും ശരീരവും ധനവും കൊണ്ട് ധർമ്മത്തെ രക്ഷിക്കണം. പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിലെ അടിസ്ഥാന ഘടകം. നമ്മുടെ ശരീരവും പഞ്ചഭൂതങ്ങളിൽ പാതാളം, വെള്ളം, അഗ്നി, വായു, ആകാശം നിന്നും നിർമ്മിതമാണ്. ഇവയാണ് നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനവും. ജാതി, മതം, സാമൂഹ്യ വിവാദങ്ങൾ. ജാതിവാദവും മതവ്യത്യാസങ്ങളും ലോകം ധാരണയില്ലാത്ത വിധത്തിൽ വിഭജിച്ചതായി മാറിയിരിക്കുന്നു. ഇത് സ്ഥിരമായി മുന്നോട്ടു പോകുന്നുവെങ്കിൽ മനുഷ്യർ പരസ്പരം ശത്രുക്കളാവാൻ അവസരമുണ്ടാകും. ഇതിനാൽ പുതിയ സ്നേഹ സന്ദേശം പുനർനിർമ്മിക്കണം. ജാതി മതവ്യത്യാസങ്ങളെ ഒഴിവാക്കി ഒരു സമത്വമുള്ള, പുരോഗതിപരമായ, മതേതരമായ സമൂഹം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പ്രകൃതി ഏറ്റവും വലിയ ധർമ്മം. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ ധർമ്മം. എല്ലാ മനുഷ്യർക്കും പ്രകൃതിയെ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണ്. രാം നാരായൺ രാം. രാം നാരായൺ രാം എന്ന മന്ത്രം മനുഷ്യന്റെ മനസ്സിൽ നിന്നും നെഗറ്റീവ് ഊർജത്തെ നീക്കം ചെയ്യുന്നതിനും മനസ്സിനെ സൗന്ദര്യത്തിനും നേട്ടത്തിനും നയിക്കുന്നതിന് സഹായിക്കുന്നു. അവസാനത്തെ സന്ദേശം. രാം നാരായൺ രാമിനൊപ്പം ബന്ധപ്പെട്ടത് ഒരാളുടെ ജീവിതത്തെ സ്ഥിരമായി നിലനിർത്തും. ജീവിതത്തിൽ എപ്പോഴും നല്ല ആശയങ്ങളിലൂടെ സ്നേഹവും സഹകരണവും ഉണ്ടാക്കുക. രാം നാരായൺ രാം എന്ന് ജപിച്ചാൽ നമ്മുടെ മനസ്സിലെ വിരുദ്ധ ഊർജം ശൂന്യമായിരിക്കും.